കേരളത്തിൽ ഇപ്പം ലീഗിൻ്റെ കടുത്ത ശത്രുക്കളും ഏറ്റവും കടുത്ത എതിരാളികളും ഞങ്ങളാന്ന് പറയുന്ന ഒരേ വിഭാഗമുള്ളൂ. നിങ്ങളതിൻ്റെ ഉത്തരം പറയുമോ? ഏതാ വിഭാഗം? ആ ഉത്തരം ഞാൻ തന്നെ വേണം പറയാം. INL. ഞങ്ങളാണ് ലീഗിനെതിരെയുള്ളവർ. അവരെ സീറ്റ് എത്രയാണെന്നറിയോ? അത് ഞാൻ ഏതെങ്കിലും രേഖ വായിച്ചാൽ പിന്നെ അത് ഞാൻ വെറുതെ പറഞ്ഞതെന്ന് പറയും. സുപ്രഭാതം ഒരു ദിനപത്രമാണല്ലോ, അപ്പോൾ പത്രത്തിലെ കണക്ക് ഒരിക്കലും തെറ്റില്ലല്ലോ. തെറ്റിയാൽ തന്നെ അവർ പിറ്റേന്ന് തിരുത്തും. അപ്പം ഇന്നത്തെ സുപ്രഭാതം എല്ലാ കക്ഷികളെ കുറിച്ചും പറയുന്ന ഒരു ന്യൂസ് ഉണ്ട്. അതിൽ കൃത്യമായിട്ട് പ്രത്യേകം എടുത്തു പറയുന്നത് UDF കരുത്താർജിച്ചു ഘടകകക്ഷികൾ. UDFിൽ കരുത്താർജിച്ച് ഘടകകക്ഷികൾ LDFിൽ CPI അടക്കം മെലിഞ്ഞുപോയി എന്നാണ്. ഈ മെലിഞ്ഞുപോയ CPIയുടെ കണക്കൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറയണേ. പിന്നെ കേരള കോൺഗ്രസ് B 15 സീറ്റിലേക്കും താഴ്ന്നു. എന്നിട്ട് പറയണ മഹാകക്ഷി ഉണ്ടല്ലോ INL 9 സീറ്റ്. ഇത് കണക്കൂട്ടിയൊക്കെ നിങ്ങളിപ്പോൾ ഈ 2000 ചില്ലാന്നൊക്കെ പറയുമ്പോൾ ആ 9 സീറ്റാണ് ഏറ്റവും കൃത്യമായ നമ്മളെ INL സഖാക്കളുടെ മാപ്പിള സഖാക്കളാണല്ലോ. പച്ചക്കുപ്പായിട്ട പച്ച ചെങ്കൊടി എന്നൊക്കെ പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയാം. അതാ കുറച്ചുകൂടി യോജിക്കാൻ പറ്റുന്നുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പച്ചകൾക്ക് പറ്റുന്ന അവരുടെ സീറ്റ് ഇതാണ്. സങ്കടം ഓർമ്മിച്ചു നോക്ക്. INL ലീഗിനെതിരെ ഞാഞ്ഞൂല് എന്നൊക്കെ പറയുന്ന കേൾക്കലുണ്ടല്ലോ. നമ്മളൊക്കെ ഉദാഹരണം പറയലുണ്ട് പലപ്പോഴും. ഞാഞ്ഞൂല് വന്ന് പറയുന്ന കഥ, മരിച്ച് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഞാഞ്ഞൂല് പറയുന്ന ഇത് എന്നോട് കളിച്ചിട്ടാണ് അങ്ങനെ കൊടുത്തത് കിട്ടിയതെന്നൊക്കെ. വളരെ രസകരമായ ഇവരങ്ങനെ തന്നെ ഉണ്ടാവാറുള്ളത്. ഈ ഒരു കഥ പറയുന്ന കേട്ടിട്ടുണ്ട് പണ്ട്. ഒരാളെ ദന്ത മത്സരത്തിൽ അടിച്ച് സൈഡാക്കി അയാളെ നെഞ്ചത്ത് കയറിയിരുന്നു. അപ്പോൾ താഴെ നെഞ്ചത്ത് കയറി ഒരാൾ ഇരിക്കുമ്പോൾ അടി കിടക്കുന്ന ആള് നെഞ്ചത്ത് കയറി ഇരിക്കുന്ന ആളോട് ചോദിച്ചു, അത്രേ ഇനി എന്നോട് കളിക്കുമോ? എങ്ങനെയുണ്ട്? അതുപോലെയാണ് INL ഇതുവരെ ലീഗിനോട്. ലീഗ് തെറ്റ് തിരുത്തണം, ഇല്ലെങ്കിൽ സമുദായത്തിൽ ഒറ്റപ്പെടും, മറ്റേതാവും, ഒലക്കപ്പെട്ടാക്കാവും. സമസ്ത വിഷയത്തിൽ വരെ ഇവരുടെ കേട്ടോ. സമസ്തക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് ഏത് സംഘടനയിലുണ്ടാവും. അതതിൻ്റെ നേതൃത്വവും ലീഗിൻ്റെ നേതൃത്വം ആവശ്യമാണെങ്കിൽ അവരും ഉമ്മത്തിൻ്റെ സമുദായ നേതൃത്വമൊക്കെ ഇടപെട്ട് ശരിയാക്കും. അതിലെന്തിന് ഈ INL? അപ്പോൾ ഈ INL പരിഹരിക്കാൻ വന്നവരാണ് പ്രശ്നങ്ങളെ. അവരുടെ തന്നെ 9 ഗ്രൂപ്പോ 12 ഗ്രൂപ്പോ മറ്റാണ്. 9 ഗ്രൂപ്പാണെങ്കിൽ എളുപ്പമാണ്. 9 സീറ്റ് വീതിച്ചു കൊടുക്കും ഓരോരുത്തർക്ക്. അപ്പോൾ ഇതാണ് സമുദായ വിരുദ്ധമായി വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായി ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുടെയും. അതിനി PDP ആയാലും വേണ്ടില്ല, മറ്റു കക്ഷികളായാലും വേണ്ടില്ല, എല്ലാം ഈ കാര്യത്തിൽ തുല്യമാണ്. എല്ലാവരും പറയും ലീഗ് പലപ്പോഴും തോറ്റിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും. ഈ തോറ്റതിനെ കുറിച്ചല്ല എൻ്റെ ചർച്ച. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് സമാനം തന്നെ, കുറച്ചധികം ഉണ്ട്, ചെറിയ വ്യത്യാസം. അപ്പം ഇത് ഇങ്ങനെ നിങ്ങളെ ഒന്നും പരിഗണിക്കാതെയാണ് മറ്റവർ കൊണ്ടു നടക്കുന്നത്. പിന്നെ അവർ പരിഗണിക്കാത്തതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ലിമിറ്റഡ് സ്റ്റോപ്പ് പോലെയാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങൾ ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോപ്പ് പോലെ, ടിക്കറ്റ് പോലെ. കോഴിക്കോട് ബസ് വിട്ടാൽ അടുത്ത സ്റ്റോപ്പ് കൊയിലാണ്ടി നിന്ന് വിട്ടാൽ വടകര, അതുപോലെ വടകര നിന്ന് വിട്ടാൽ പിന്നെ നേരെയുള്ള മാഹി മറ്റൊരു സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശമുണ്ട്. അപ്പോൾ അതാണ് ഒരു ജില്ലയിൽ 2 സ്റ്റോപ്പേ ഉള്ളൂ. അഥവാ ഒരു INL കോഴിക്കോട് ടൗണിൽ കണ്ടാൽ കാസിമിരിക്കൂറിനെ ചിലപ്പോൾ കണ്ണൂർ പോകാൻ വേണ്ടി കയറിയതായിരിക്കും അയാളെ നമ്മൾ കോഴിക്കോട് കണ്ടാൽ പിന്നെ അടുത്തുള്ളത് നേരെ കൊയിലാണ്ടി ഇറങ്ങുമ്പോൾ അവിടുത്തെ ഒരു INL മാത്രമാണ്. ഇങ്ങനെ ശുഷ്കിച്ച ഈ ഒരു സാധനത്തെ പിന്നെ CPM എങ്ങനെ പരിഗണിക്കാം? അവരും കുറ്റം പറയാൻ പറ്റൂലല്ലോ. പിന്നെ ഇവർ സീറ്റ് തോറ്റതല്ല സംഭവം. സീറ്റ് കൊടുക്കണമെങ്കിൽ എവിടെയെങ്കിലും ഇവർ ഉണ്ടാവണ്ടേ? ഒന്നുമില്ലെങ്കിൽ നോമിനേഷൻ കൊടുക്കാൻ ഒരാളും ഒരു ഡമ്മിയും അതിൻ്റെ കൂടെ നിന്ന് പോകാനൊരു 3-4 ആളും ഒക്കെ വേണ്ടേ? ഇതുണ്ടെങ്കിലല്ലേ മത്സരിപ്പിക്കുക. അപ്പം അതുകൂടിയാണ് ഈ പ്രശ്നത്തിൻ്റെ ഒരു പ്രധാന കാരണം. സീറ്റ് കിട്ടാത്തതിൻ്റെ കാരണം മത്സരിക്കാത്തതുകൊണ്ടല്ല, മത്സരിക്കാൻ യോഗ്യതയുള്ള ആളുമില്ല. യോഗ്യതയില്ല എന്നല്ല, ആള് തന്നെ ഇല്ലാത്ത ഗതികേടാണ് സാധുക്കൾക്ക്. മുസ്ലിം ലീഗിനോട് കളിച്ചാൽ ഖായിദെ മില്ലത്തുണ്ടാക്കി ബാഫയ്ക്ക് തങ്ങൾ ആത്മീയ ശക്തി പകർന്ന് പാണക്കാട്ടെ തങ്ങന്മാരിലിടെ വന്ന്, കൂടാതെ കേരളത്തിലെ പ്രഗത്ഭരായ സിദി സാഹിബ് മുതൽ തുടങ്ങിയ പ്രഗത്ഭരായ ഉമ്മത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ കടന്നു വന്നൊരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അതിനോട് എന്തായാലും ഒന്നും മത്സരിക്കാനുള്ളൊരു യോഗ്യത പോലും
INL ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ അവസ്ഥയിലെത്തിയ INL സ്വയം പിരിച്ചുവിട്ട് പുറത്തു പോകലാണ്, ഇപ്പടി നിർത്തലാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം.